മുതലപ്പുഴയിൽ പുഴിമുറിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഹിറ്റാച്ചികൾ ഉപയോഗിച്ചാണ് മണൽ നീക്കം ചെയ്യുന്നത്. കൂടുതൽ എക്സ്കവേറ്ററുകൾ സ്ഥലത്ത് എത്തിക്കും. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, മൊഴിമുറിക്കൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഡ്രഡ്ജറുകളും JCBകളും ഒക്കെ എത്തിച്ച് വളരെ വേഗത്തിൽ മൊഴിമുറിക്കൽ പൂർത്തിയാക്കാനാണോ നീക്കം? അതുതന്നെയാണ് അരുൺ, നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കുറച്ച് മുൻപാണ് ഈ ഭാഗത്ത് ഇപ്പോൾ പൊഴിമുറിക്കുന്ന നടപടികൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത്. ഇന്നലെ ഈ പ്രധാനമായും ഡ്രഡ്ജറിൻ്റെ കരാർ ഉടമസ്ഥയായിട്ടുള്ള രാജേശ്വരി പിള്ള വന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പിന്മേലുള്ള തീരുമാനപ്രകാരമാണ് മത്സ്യത്തൊഴിലാളികൾ ഇതിനു വേണ്ടിയിട്ട് ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 90 മീറ്റർ നീളത്തിലാണ് നിലവിൽ മണൽ നീക്കം ചെയ്യുന്നത്. ബാക്കിയുള്ള 40 മീറ്റർ മണൽ നീക്കം ചെയ്യുക എന്നുള്ള പ്രധാനമായും ഈ കണ്ണൂരിൽ നിന്നും അഴീക്കൽ ഹാർബറിൽ നിന്ന് വരുന്ന ഡ്രഡ്ജർ അത് പ്രതീക്ഷിക്കുന്നത് വ്യാഴാഴ്ചയാണ്. ആ വ്യാഴാഴ്ച ഇവിടെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ള 40 മീറ്റർ മണൽ നീക്കം ചെയ്യുക. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരുന്നു മത്സ്യത്തൊഴിലാളികളെ ഒരു അനുനയ നീക്കത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ വന്ന ചർച്ചകളൊക്കെ പരാജയപ്പെട്ട് വലിയ സംഘർഷത്തിലൊക്കെ കലാശിച്ചിരുന്നു. സ്ഥലത്ത് DYSP അടക്കമുള്ളവർ വന്നിട്ട് പോലും മത്സ്യത്തൊഴിലാളികൾ അവരുടെ നിലപാടിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടില്ലായിരുന്നു. ഏറ്റവും ഒടുവിലാണ് കരാറുകാരിയായിട്ടുള്ള രാജേശ്വരി പിള്ള കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയതും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയൊരു ഉറപ്പ് കൊടുത്തത്. ആ ഉറപ്പെന്ന് പറയുന്നത് പ്രധാനമായും നിലവിൽ ഇപ്പോൾ 13 മീറ്റർ വീതിയിലായിരിക്കും ഈ മണൽ നീക്കം ചെയ്യുക.